അല്ല, അതൊരു ഘടകമാണ്. പിന്നെ മറ്റു പല ഘടകവും വരുമല്ലോ അതിനകത്ത്. പല ഘടകങ്ങളുണ്ട്. അതിലൊരു ഘടകം തീർച്ചയായിട്ടും കൗൺസിലർമാരുടെ അഭിപ്രായം തന്നെയാണ്. അത് പ്രയോറിറ്റി കൊടുക്കാതെ പറ്റില്ലല്ലോ. പക്ഷേ ജയിച്ചു അത് പുതിയ ആൾക്കാർ മാത്രമല്ല, പഴയ കൗൺസിൽ ആൾക്കാരുണ്ട്, പലരും ജനറൽ സീറ്റ് ജയിച്ചവരുണ്ട്. അപ്പോൾ എല്ലാവരുടെയും കൂടെ അഭിപ്രായത്തിന് നമുക്ക് വില കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കൗൺസിലർമാരുടെ അഭിപ്രായത്തിന് വില കൊടുത്തിട്ടുണ്ട്. അതുപോലെ കൺസൾട്ടേഷൻ നടത്തുന്നുണ്ട് വിവിധ തലങ്ങളിൽ. അതിൻ്റെ ആയിട്ടുള്ള ഔട്ട്കമാണ് ഈ തീരുമാനം എന്നാണ് എൻ്റെ വിശ്വാസം. അത് ഏറെക്കുറെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ് ഈ തീരുമാനം. ദീപ്തിയുടെ പ്രധാന ആക്ഷേപം KPCC നിർദ്ദേശിച്ച മാനദണ്ഡങ്ങളൊന്നും പാലിച്ചില്ല. പ്രത്യേകിച്ച് ഒരു സീനിയർ നേതാവിനെ പരിഗണിക്കണം, അതോടൊപ്പം തന്നെ തർക്കമുണ്ടെങ്കിൽ ഒരു KPCC നിരീക്ഷകൻ എത്തണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതൊന്നും പരിഗണിക്കാതെ DCC ഒരു ഏകപക്ഷീയമായ തീരുമാനത്തിലേക്ക് പോയി എന്നുള്ളതാണ് അവർ പറയുന്നത്. അത് ശരിയാണ്, അത് അവരുടെ വിശ്വാസമാണ്, അവരുടെ ഒരു വിഷമം കൊണ്ട് പറയുന്നതായിരിക്കും. പക്ഷേ തീർച്ചയായിട്ടും KPCC പരാതി കൊടുത്തതെന്ന് ഞാൻ ഇത് അറിയുന്നു, എന്നോട് പറഞ്ഞിട്ടില്ല, അറിയുന്നു. തീർച്ചയായിട്ടും അതൊക്കെ KPCC പരിശോധിക്കട്ടെ. കൗൺസിലർമാരുടെ പിന്തുണ സംബന്ധിച്ച് അത് സംബന്ധിച്ചും അവരുടെ ആക്ഷേപം പറഞ്ഞത് ഇപ്പോൾ ഇങ്ങനെ ശ്രീ ഡൊമിനിക് പ്രസിലേഷൻ ആണെങ്കിലും വേണുഗോപാലാണെങ്കിലും പറയുന്നത് മുഴുവൻ വിശ്വസനീയമല്ല എന്നൊരു ആക്ഷേപം അവർ പറയുന്നത്. അത് ആ കമ്മിറ്റിക്കകത്ത് അജയ് തറയിലുണ്ടായിരുന്നതാണ്. അദ്ദേഹം എന്തുകൊണ്ട് പങ്കെടുത്തില്ല? അവിടെ ട്രാൻസ്പെറൻ്റ് ആയിട്ടല്ലേ ഓരോ കൗൺസിലേഴ്സും പറയുന്നത്, അല്ലാതെ രഹസ്യമായിട്ട് കുമ്പസാരിക്കല്ലോ. അവിടെ വന്ന് ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു, അജയനോട് വരണ്ടായിരുന്നു. അപ്പോൾ അജയനോട് അറിയാമായിരുന്നു അജയ് ഉണ്ടായിരുന്നെങ്കിൽ എന്താ, അത് ഞാൻ പറയുന്നില്ല. അസൗകര്യം ഉണ്ടായിക്കാം, അദ്ദേഹം ഉണ്ടായില്ല. അപ്പോൾ അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് ക്ലാരിറ്റി കിട്ടുമായിരുന്നു എങ്ങനെയാണ് നമ്മുടെ കൗൺസിലേഴ്സിൻ്റെ വ്യൂസ് എന്നുള്ളത്. അല്ല, ഈ പ്രധാനപ്പെട്ട യോഗത്തിൽ പങ്കെടുക്കാതെ പുറത്ത് നിന്നിട്ട് ഇപ്പോൾ വിമർശിക്കുകയാണ് എന്ന് ഞാൻ പറയുന്നില്ല. അദ്ദേഹം രാഷ്ട്രീയകാര്യ സമിതി അംഗമാണ്, മുതിർന്ന നേതാവാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ കുറിച്ച് ചിന്തിക്കട്ടെ. അല്ല, എനിക്ക് വേറെ ഒരു പരാതി അതില്ല. അദ്ദേഹം വളരെ സീനിയർ ലീഡറല്ലേ. രാഷ്ട്രീയ ഞങ്ങൾ കമ്മിറ്റിക്ക് സംസാരിച്ചിട്ടുണ്ട്. അതിനുശേഷം DCC പ്രസിഡന്റ് കോർഡിനേറ്റ് ചെയ്യുന്നത്, അദ്ദേഹം കോർഡിനേറ്റ് ചെയ്യുന്നതാണ് എൻ്റെ വിശ്വാസം. ഞാനിപ്പോൾ ലീഗുമായിട്ട് സംസാരിക്കാൻ പോവാണ്. അത് നേരത്തെ തന്നെ നമ്മളവരോട് പറഞ്ഞിരുന്നു. പക്ഷേ നമ്മുടെ ഒരു സ്റ്റാറ്റസ് പറഞ്ഞിരുന്നത്, സ്റ്റാറ്റസ് അനുസരിച്ച് ഒരിക്കലും കൊച്ചിൻ കോർപ്പറേഷനിൽ അങ്ങനെ കൊടുത്തില്ല, കമ്മിറ്റീസ് കൊടുക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു അക്കാര്യം ഞങ്ങളെ അറിയിച്ചിരുന്നു. ഇപ്പോൾ ഇന്ന് ഞാൻ ചർച്ചയ്ക്ക് പോവുകയാണ് അവരുമായിട്ട്. അവർക്ക് എന്തെങ്കിലും വിഷമമുണ്ടായത് പറഞ്ഞു തീർക്കും. അല്ല, അവർ പറഞ്ഞൊരു പരാതി എന്ന് പറഞ്ഞത്, അതായത് ഇന്നലെ വൈകിട്ട് ഈ UDF ചേരുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് ചേരുന്നതിന് മുൻപ് തന്നെ ഈ UDF ചേരുമെന്നല്ല പറഞ്ഞത്. ഞാൻ നേരത്തെ സംസാരിച്ചു, നമുക്ക് കാണാമെന്ന് പറഞ്ഞത്. പക്ഷേ ഇന്നലെയാണ് അദ്ദേഹം പറയുന്നത് ഇന്നലെ വൈകിട്ട് വരുന്നു. അപ്പോഴേക്കും ഞങ്ങളുടെ ഡിസിലേക്ക് പോയി നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ലല്ലോ, നിങ്ങൾ കൊടുത്തോണ്ടിരിക്കുകയല്ലേ, അപ്പോൾ പെട്ടെന്ന് ഡിസിഷൻ എടുക്കണ്ടേ. ഇല്ല, നേരത്തെ അവരോട് പറഞ്ഞിരുന്നു, ചില ബുദ്ധിമുട്ട് ഞങ്ങൾ പറഞ്ഞിരുന്നു. ഇവിടെ അങ്ങനെ കൺവെൻഷൻ ഇല്ല. പക്ഷെ എന്നാലും അവരോട് സംസാരിക്കേണ്ടതാണ്, സംസാരിക്കാൻ പോകാൻ എൻ്റെ വിശ്വാസം. നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ ഞാൻ അദ്ദേഹത്തെ കാണാൻ പോവാണ്. ഇല്ല, അങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഒരുമിച്ച് ജയിച്ചതല്ലേ അത്. പിന്നെ ഈ പ്രാദേശികമായിട്ടാണ് തീരുമാനങ്ങൾ മുഴുവൻ വരുന്നത്. അപ്പോൾ അവിടെ ജയിച്ചു വന്നവർക്ക് ഇത് മര്യാദ കൊണ്ടുപോകണമെന്നല്ലേ ആഗ്രഹമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞ അവസാനിപ്പിക്കും. പ്രത്യേകിച്ച് ലീഗുമായി തെറ്റിദ്ധാരണ പറഞ്ഞ് തീർക്കും. അതിലൊരു സംശയം ഇല്ല. അവർക്ക് കൂടെ അവരെ കൂടെ ഞങ്ങൾ കേൾക്കുമല്ലോ. UDF എല്ലാം കൂടെ ഒരുമിച്ചുള്ളതല്ലേ. അപ്പോൾ അവർക്കും ഈ പ്രാതിനിധ്യം കൊടുക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.